السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل الأنبياء والمرسلين داعين إلى سبيل الحق المبين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه المهديين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അറിവൻ പുലരി എന്ന കൂട്ടായ്മയിലൂടെ ഓരോ ആഴ്ചയിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമുള്ളതാക്കി തരട്ടെ. വളരെ പരിശുദ്ധമായ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് ഹാജിമാര് കഅബാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടുകയും ഇനിയും ഒരുപാട് ആളുകൾ പുറപ്പെടാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന സമയം. അവർക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഭാവിയിൽ തന്നെ നമുക്കെല്ലാവർക്കും അവിടെ എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ഭൂമിയിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ആദരിച്ച രണ്ട് പുണ്യഭൂമികളാണ് മക്കയും മദീനയും. സത്യവിശ്വാസിയുടെ ഹൃദയം എപ്പോഴും തുടിക്കുന്നത് ഈ മണ്ണിലെത്താനാണ്. അള്ളാഹു അതിന്റെ മാർഗങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ. മാത്രമല്ല, നമുക്കറിയാം മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ സ്ഥിതി ചെയ്യുന്ന കഅബാലയം, അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ബക്കയിലുള്ളതാണ്, അതായത് മക്കയിലുള്ളതാണെന്നർത്ഥം. അത് അനുഗ്രഹീതമാണ്, ലോകർക്ക് മാർഗദർശനവുമാണ്. ഇതിലൂടെ കഅബാലയത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, മക്ക എന്ന് പറയുന്ന രാജ്യത്തോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം എത്രത്തോളമാണ്. ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമി അഖ്രിജൂനി മിൻകി മാ സകൻതു ഗൈറകി. നീ എത്ര നല്ല നഗരമാണ്, എനിക്ക് എത്ര പ്രിയപ്പെട്ട നഗരമാണ്. എൻ്റെ ജനത നിന്നെ തൊട്ട് എന്നെ പുറത്താക്കിയിരുന്നില്ലെങ്കിൽ നീയല്ലാത്ത ഒരിടത്തും ഞാൻ താമസിക്കുമായിരുന്നില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കയുടെ മഹത്വം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ പുണ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. സലാത്തും ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ ഇല്ലൽ മസ്ജിദുൽ ഹറാം വസലാത്തും ഫിൽ മസ്ജിദിൽ ഹറാം അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ. എൻ്റെ ഈ പള്ളിയിലെ ഒരു നിസ്കാരം മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള പള്ളികളിലെ 1000 നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം മറ്റുള്ള പള്ളികളിലെ 1,00,000 നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അത്രയേറെ മഹത്വമേറിയതാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. അതുപോലെ അവിടെ സ്ഥിതി ചെയ്യുന്ന കഅബാലയം, അതൊക്കെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. മക്ക ഒരു സുരക്ഷിത കേന്ദ്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്ന ഒരു ഹദീസിൽ കാണാം. ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ആകാശഭൂമികൾ പടച്ച ദിവസം തന്നെ അള്ളാഹു ഈ നഗരത്തെ പവിത്രമാക്കിയിരിക്കുന്നു. അള്ളാഹു നിശ്ചയിച്ച ഈ പവിത്രത അന്ത്യനാൾ വരെ നിലനിൽക്കും. അത് ആര് അതിന്റെ മഹത്വം കെടുത്തു കളയാൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ല എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് ഉണ്ട്, അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് മസ്ജിദുൽ ഹറാമും അതിന്റെ പരിസരങ്ങളും അതുപോലെ തന്നെ
കഅബാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമൊക്കെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന റുക്ന വൽ മഖാമ യാഖൂതാനി മിൻ യാഖൂതിൽ ജന്നഹ് തമസല്ലാഹു നൂറഹുമാ വലൗ ലം യത്മിസ് നൂറഹുമാ ലഅളാഅത മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. നിശ്ചയം ഹജറുൽ അസ്വദും മഖാമു ഇബ്രാഹിമും സ്വർഗത്തിലെ മാണിക്യങ്ങളിൽപ്പെട്ട 2 മാണിക്യങ്ങളാണ്. അള്ളാഹു അവയുടെ പ്രകാശം മറച്ചു വെച്ചതാണ്. അവയുടെ പ്രകാശം മറച്ചു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള സർവ്വതും അത് പ്രകാശിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന കഅബാലയം, പാപങ്ങൾ പൊഴിയുന്ന തവാഫ്, കഅബ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ പ്രതിഫലം, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മളെ പാപങ്ങൾ പൊറുക്കാനുള്ള മാർഗമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൻ താഫ ബിഹാദൽ ബൈതി ഉസ്ബൂഅൻ ഫഅഹ്സാഹ് കാന കഇത്കി റഖബത്തിൻ വലാ യളഉ ഖദമൻ വലാ യർഫഉ ഉഖ്റാ ഇല്ലാ ഹത്തല്ലാഹു അൻഹു ബിഹാ ഖതീഅതൻ വകതബ ലഹു ബിഹാ ഹസന. ആരെങ്കിലും കഅബയെ 7 വട്ടം പ്രദക്ഷിണം ചെയ്യുകയും അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്താൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട്. അവൻ ഓരോ കാലടി വെക്കുമ്പോഴും ഉയർത്തുമ്പോഴും അള്ളാഹുവിന് ഒരു പാപം മായ്ച്ചു കളയും, പകരം ഒരു പുണ്യം രേഖപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ എത്രത്തോളം മഹത്വമാണ് ഈ തവാഫിന്റെ മഹത്വം! ഈ കഅബാലയം പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ പ്രതിഫലം എത്രത്തോളമാണ്! ഇതുപോലെ തന്നെ മഹത്വം നിറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്ഥലമാണല്ലോ മദീന. മസ്ജിദുൻ നബവി നിലകൊള്ളുന്ന സ്ഥലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന ഇബ്രാഹിമ ഹറമ മക്ക വ ഇന്നി ഹറംതുൽ മദീന. നിശ്ചയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ പവിത്രമാക്കി, ഞാൻ മദീനയെയും പവിത്രമാക്കിയിരിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മസ്ജിദുൻ നബവി, റൗള ഷരീഫ് നിലകൊള്ളുന്ന ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, സ്വലാത്തും ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദുൽ ഹറാം. എൻ്റെ ഈ പള്ളിയിലെ ഒരു നിസ്കാരം മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള മറ്റുള്ള പള്ളികളിലെ 1000 നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്രയും മഹത്വമേറിയ 2 സ്ഥലങ്ങളാണ് മക്കയും മദീനയും. അതുപോലെ ഈമാനിന്റെ സങ്കേതമാണ് മദീന. വിശ്വാസം മദീനയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ എന്ന ഹദീസ് പരിശോധിച്ചാൽ കാണാം. പാമ്പ് അതിന്റെ മടയിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ, വിശ്വാസം മദീനയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മദീനയുടെ ബർക്കത്തിന് വേണ്ടി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ അല്ലാഹുമ്മ ജഅൽ മഅൽ ബറകത്തി ബറകത്തൈൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മദീനയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ, ഒരു ബർക്കത്തോടൊപ്പം 2 ബർക്കത്തുകൾ കൂടി നീ നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്രയും പവിത്രതയുള്ള സ്ഥലം മദീന, മക്ക എന്ന് പറയുന്ന 2 സ്ഥലം, ഇവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അതുപോലെ മറ്റൊന്നാണ്, സ്വർഗത്തോപ്പ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൻ നബവിയിലാണ്. റിയാദുൽ ജന്ന എന്ന് പഠിപ്പിച്ച സ്ഥലം അവിടെയാണ്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിനും മിംബറിനും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ്. അവിടെ വെച്ചുകൊണ്ടൊക്കെ നിസ്കാരത്തിന് ഭയങ്കര തിക്കും തിരക്കുമാണ്. 2 റക്അത്ത് നിസ്കരിക്കാൻ, ആ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ, അല്ലാഹു അവിടേക്കെത്തി റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാനും അതുപോലെ ആ പള്ളിയിൽ വെച്ച് ഒരുപാട് നിസ്കരിക്കാനുമുള്ള ഒരു മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ദജ്ജാലിന് പ്രവേശനമില്ലാത്ത ഭൂമിയ മദീന.
മദീന എല്ലാ നിലയിലും സുരക്ഷിതത്വമുള്ള നാടാണ്. അലൽ അലാ അൻഖാബിൽ മദീനത്തി മലായികത്തുൻ ലാ യദ്ഖുലുഹ അത്താഊനു വലദ്ദജ്ജാൽ എന്ന ഹദീസിൽ കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മദീനയുടെ പ്രവേശന കവാടങ്ങളിൽ മലക്കുകളുണ്ട്. പ്ലേഗ് രോഗവും ദജ്ജാലും അവിടെ പ്രവേശിക്കുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ മദീനയിൽ വെച്ചുള്ള മരണം, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. മക്കയിൽ വെച്ചും മദീനയിൽ വെച്ചും ഒക്കെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ജന്നത്തുൽ മഹല്ലയിലും അതുപോലെ പിന്നെ ജന്നത്തുൽ ബഖീയിലും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, മനിസ്തതാഅ അൻ യമൂത ബിൽ മദീന ഫൽയമുത് ബിഹാ ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അവിടെ വെച്ച് മരിക്കട്ടെ. കാരണം അവിടെ വെച്ച് മരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ശുപാർശ നടത്തുമെന്നാണ്, ഷഫാഅത്ത് ചെയ്യുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ വർഷവും ഹജ്ജിന് പോയ ആളുകൾ മക്കയിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. അവർക്കവിടെ ആ മണ്ണിൽ താമസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അള്ളാഹു അവരോടൊന്നിച്ചുകൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ മദീനയിലും മക്കത്തും നമുക്ക് കാണാനുണ്ട്. മദീനയിൽ ഒരു ഈത്തപ്പയമുണ്ടല്ലോ, അജ്വ എന്ന് പറയുന്ന ഒരു ഈത്തപ്പയം. ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഈത്തപ്പയമാണ് അജ്വ എന്ന് പറയുന്നത്. ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾ അജ്വ ഈത്തപ്പയം കൊണ്ടുവരാറുണ്ട്. ആ അജ്വ ഈത്തപ്പയത്തെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അ തംറാത്തിൻ അജ്വ ലം യളുറഹു ഫീ ദാലികൽ യൗമി സുമ്മുൻ വലാ സിഹ്റുൻ. ആരെങ്കിലും എന്നും രാവിലെ 7 അജ്വ ഈത്തപ്പയം കഴിച്ചാൽ അന്നേ ദിവസം എന്തെങ്കിലും ഒരു വിഷമോ സിഹ്റോ അവന് ബാധിക്കുകയില്ല, ഒരു ഉപദ്രവം അവനിക്കുണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈത്തപ്പയമാണ് അജ്വ എന്ന് പറയുന്നത്. അതുപോലെ മദീനക്കാരെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവർക്കുള്ള ശിക്ഷയെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചു. മന്നറാദ അഹ്ലൽ മദീനതി ബിസൂഇൻ അദാബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാഇ. മദീനക്കാരെ ആരെങ്കിലും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചാൽ വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞുന്നത് പോലെ അള്ളാഹു അവനെ നശിപ്പിച്ചു കളയുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ മദീനയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മദീനയിലുണ്ടല്ലോ ഒരു പർവ്വതം, ഉഹദ് എന്ന് പറയുന്ന ഒരു മല. ഇങ്ങനെ ഓരോന്നും ഓരോന്നും അത്ഭുതപ്പെടുത്തുന്ന കഥകളാണ്. ഹാദാ ഉഹുദുൻ വഹുവ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഉഹുദാകുന്നു, അത് നമ്മെ സ്നേഹിക്കുന്ന പർവ്വതമാണ്, നാം അതിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഉഹുദുണ്ട്. ഉഹുദിൽ ഒരുപാട് ശുഹദാക്കളുണ്ട്. ഉഹുദ് യുദ്ധത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. വലിയ യുദ്ധമാണ് ഉഹുദ് എന്ന് പറയുന്നത്. അല്ലാഹു ആ ഉഹുദൊക്കെ സന്ദർശിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇങ്ങനെ മഹത്വമേറിയ രാജ്യത്തോട്, മദീനയോട് മഹന്മാരാകുന്ന സ്വഹാബത്ത് കാണിച്ചിരുന്ന ആദരവ് എത്രത്തോളമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയോട് കാണിച്ചിരുന്ന ആദരവിനെ കുറിച്ച് ഹദീസുകളിലുണ്ടല്ലോ. മദീനയുടെ മണ്ണിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവര് പറയുന്നുണ്ട്, അസ്തഹയി മിനല്ലാഹ് അൻ അതഅ തുർബതൻ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഹാഫിരി ദാബത്തിൻ ഔ നഇലിൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ മൃഗങ്ങളെ നടത്താനോ അതുമാത്രമല്ല ചെരുപ്പ് ധരിക്കാനോ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ ലജ്ജിക്കുന്നു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെരുപ്പ് ധരിക്കാൻ പോലും അവര്
തയ്യാറായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് ചവിട്ടിയ മണ്ണിൽ ഞാൻ എങ്ങനെ ചെരിപ്പിട്ടത് ചവിട്ടും? ഇതാണ് ബഹുമാനം. ഈ കാലഘട്ടത്തിൽ ആദരവും ബഹുമാനമൊക്കെ എടുക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദരവും ബഹുമാനവും ഇന്ന് ആർക്കും ഇല്ല. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാനും അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ഈമാനിന്റെ ഭാഗമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് മക്കയോടുണ്ടായിരുന്ന അനുരാഗം എത്രയാണ്! മക്കയെ കുറിച്ചുള്ള തന്റെ പ്രശസ്തമായിട്ടുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുള്ള വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഖൽബി ഇലാ മക്കത്ത യഹ്വി വനഫ്സി തതൂഖു ഇലാ കഅബതിഹാ. മക്കയെ കുറിച്ച് അദ്ദേഹം എഴുതിയതാണ്. എന്റെ ഹൃദയം മക്കയിലേക്ക് പറക്കുന്നു, എന്റെ ആത്മാവ് കഅബയെ ദർശിക്കാൻ കൊതിക്കുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്നേഹം ആ രാജ്യത്തിനോട്, ആ നാടിനോടൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയുടെ ഗൗരവം, മക്കയിലെ ഖിയാമത്ത് നാൾ വരെയുള്ള അതിന്റെ പവിത്രത, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് അൽ മുഖാമു ബിമക്കത മഅ തഖ്വ അഫ്ദലു മിൻ കുല്ലി ഷൈഅ. തഖ്വയോടെ മക്കയിൽ താമസിക്കുക എന്നത് മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം അതിന്റെ മഹത്വം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മദീന സന്ദർശനത്തിന്റെ മര്യാദ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ഇദാ ദഖൽതൽ മദീനത ഫസ്തഹ്ദിർ ഫീ ഖൽബിക അന്നക ഫീ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ മദീനയിൽ പ്രവേശിച്ചാൽ നീ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംവിധാനത്തിൽ, ആ സവിധത്തിൽ ലാണ് എന്നൊരു ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. നീ എത്തിയിരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലാണ് എന്നൊരു ബോധം നിനക്കുണ്ടായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളെ കുറിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് മക്കയുടെയും മദീനയുടെയും ഒക്കെ മഹത്വങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുകയും അതേ നിലയിൽ മക്കയോടും മദീനയോടുമൊക്കെ നമ്മൾ പെരുമാറുകയും അതിന്റെ മഹത്വവും അതിന്റെ ഹുർമത്തൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കബൂലാക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരും അസുഖങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. ദുനിയാവും പരലോകവും അല്ലാഹു നമുക്ക് വിജയത്തിലാക്കി തരട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ലഈൻ ഇബ്ലീസിന്റെ എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രാർത്ഥനാ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.